and thank the Lord for this wonderful time that God has given in our life to get together and celebrate our Silver Jubilee Convention. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ B.M. Abraham, വിശിഷ്യാതിഥിയായി കടന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി കുര്യൻ, അതുപോലെ ഈ റീജിയൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ തോമസ് ജോർജ് വലിയ ഓർത്ത് വലിയ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 25 വർഷം ദൈവം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം നമുക്കുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന വഴികളിൽ കൂടി നമ്മെ നടത്തി ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വീകരിക്കുകയും ചെയ്യാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനവും സ്നേഹം അറിയിക്കുന്നു. ഈ കോൺഫറൻസിന് ഇതൊരു കൺവെൻഷനായിട്ടാണ് നാം നടത്തി വരുന്നത്. എന്നാൽ 25ാമത്തെ വർഷം തികയുന്നതിനാൽ കോൺഫറൻസായി നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ ഇതിനൊരു തീം വേണമെന്ന് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന ഒരു തീമാണ് ഞാൻ ട്രഷർ ബ്രദർ ജോസഫ് കുര്യനുമായി ഷെയർ ചെയ്യാനിടയായി തീർന്നു. എൻ്റെ 17ാമത്തെ വയസ്സിൽ കർത്താവിനെ സുവിശേഷ വേലയ്ക്കായി വിളിച്ചു. അന്ന് സ്കൂളിൽ പോകുന്ന സമയമാണ്. എന്നാൽ എന്നെ കർത്താവിന് വേലയ്ക്കായി വിളിക്കുമ്പോൾ എനിക്ക് തന്നൊരു പ്രോമിസ്ഡ് ചാപ്റ്ററാണ് യെശയ്യാപ്രവചനം 60-ാം അധ്യായം. റൈസ് ആൻഡ് ഷൈൻ, യുവർ ലൈറ്റ് ഹാസ് കം. ഇതെൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ നാളുകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളാണ്. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജോസഫ് കുര്യനോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, റീസെൻ്റ്ലി ഐ റോട്ട് ആൻ ആർട്ടിക്കിൾ ഓൺ ദി സെയിം സബ്ജക്റ്റ്. ദാറ്റ് ഈസ് എ ഗുഡ് സബ്ജക്റ്റ്. theme that we can have it, and I shared with the region secretary. So I would like to read the same portion, same ഭാഗം തന്നെ വായിച്ച് അല്പസമയം സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ അവകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ഈ അധ്യായം മുഴുവനും മഷികയോടുള്ളതായ ഒരു മഷികയ്യ പ്രവചനമായി നമുക്ക് കാണുവാൻ തന്നെ കഴിയുന്നു. റൈസ് ആൻഡ് ഷൈൻ. യെശയ്യാ പ്രവചനം, പ്രവാചകനായ യെശയ്യാവ് പഴയ നിയമ പ്രവാചകന്മാർ പ്രധാനപ്പെട്ട മേജർ പ്രോഫറ്റ്സ് ആയിരിക്കുന്ന 4 പ്രവാചകന്മാരിൽ ഒരുവനാണ് എസെക്കിയേൽ, ജെരമായ, ഡാനിയേൽ, then we have Isaiah. യെശയ്യാ പ്രവചനം. ഈ വേദഭാഗത്തിൽ ദൈവം നമ്മെ ശക്തമായി ഡിമാൻഡ് ചെയ്യുന്നതായ ഒരു ആക്ഷനാണ് റൈസ് ആൻഡ് ഷൈൻ. നാം എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തക്കവണ്ണം God is demanding us to arise and shine. When John the Baptist is calling people to repent, the same way Isaiah is demanding, arise and shine. Praise the Lord. For your light has come, the glory of God has upon you. In spite of Israel's sinful life, God would be faithful to his promise. His light would be breaking through the darkness
of their life when they are in the exile. പ്രവാസകാലത്തിൽ അവർ ആയിരിക്കുന്ന പ്രത്യേക സമയത്തിൽ അവരുടെ അന്ധകാരം നിറഞ്ഞതായ ആ അനുഭവത്തിൽ നിന്ന് ദൈവം അവർക്കൊരു പ്രകാശമായി അവരെ ഒരു പ്രകാശമാക്കുവാൻ തക്കണം ആഗ്രഹിച്ചുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തക്കണം അവരെ ആഹ്വാനം ചെയ്യാൻ. Why do we need to arise and shine for Jesus Christ? Because we are living in a dark world. നാം അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. The work of the darkness is around us all the time. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ചുറ്റും എപ്പോഴും നിൽക്കുകയാണ്. അന്ധകാര ശക്തികൾ, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ നമ്മെ എപ്പോഴും പുൾ ഡൗൺ ചെയ്യുന്നതായ ഒരു കാലഘട്ടത്തിൽ, ഒരു സിറ്റുവേഷൻ നാം ആയിരിക്കുമ്പോൾ, we need to arise in the midst of darkness. We need to arise in the midst of darkness to shine for Jesus Christ. ക്രിസ്തുവിന് വേണ്ടി നാം എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തക്കണം കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്നതായ പ്രകാശം വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വയ്ക്കരുത് എന്ന് പറയുന്നത് പോലെ നാം പറയിൻ കീഴിൽ വയ്ക്കുവാനല്ല, അത് തടിന്മേൽ ഉയർത്തി പ്രകാശിപ്പാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം കർത്താവിനായി പ്രകാശിക്കുമ്പോൾ, when we arise and shine for the Lord, God will the action of arise and shine will bring nations to us. നാം ദൈവത്തിനായി പ്രകാശിക്കുമ്പോൾ ജാതികൾ, രാജ്യങ്ങൾ നമ്മളിലേക്ക് വരുമെന്ന് നാം ഇവിടെ നിന്ന് വായിപ്പാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം going into all nations. നാം പ്രകാശിച്ച സകല ജാതികളിലേക്കും ആ പ്രകാശം പരത്തുവാനായി പോകുവാൻ നമ്മെ കർത്താവ് ആഹ്വാനം ചെയ്യുക. 60-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്ത് റീസൺ കൊണ്ടാണ് നാം റൈസ് ആൻഡ് ഷൈൻ ചെയ്യുവാൻ, എഴുന്നേറ്റ് പ്രകാശിപ്പാൻ പറഞ്ഞിരിക്കുന്നത്. The people are in darkness. This world is in darkness. So we have to rise and shine. നാം എഴുന്നേറ്റ് പ്രകാശിപ്പാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. God so loved the world that he gave his only begotten Son. While we were sinners, he loved us. While we were dark, he loved us and he wants us to shine in the darkness. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമ്മെ കർത്താവിന് വേണ്ടി പ്രകാശിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. Arise and shine because the glory of the Lord is upon us. ഹീബ്രുവിൽ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നത് shine means loth. That means be thou enlightened. Be thou enlightened. Be enlightened, for the light has come. Septuagintal ഗ്രീക്കിൽ നാം ഇപ്രകാരം വായിക്കുന്നു, fortisso, be enlightened, be enlightened, O Jerusalem. യെരൂശലേമേ, നീ പ്രകാശിക്കുക എന്ന് സെപ്റ്റുജന്റിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നു, ഗ്രീക്കിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നു. Enter into the light, enter into the times of prosperity in our life, enter into the times of our deliverance in our life. അന്ധകാരം നിറഞ്ഞതായ അവസ്ഥയിൽ നിന്ന് നാം പ്രകാശത്തിലേക്ക് വരുമ്പോൾ നമ്മെ ബന്ധിച്ചിരിക്കുന്ന ശക്തികൾ, നമ്മെ പുറകോട്ട് പിടിക്കുന്ന ശക്തികൾ, എല്ലാം ഡാർക്ക്നെസ്സിന്റെ എല്ലാ ശക്തികളും നമ്മെ വിട്ടുപോകുവാൻ നമ്മുടെ ആയിരിക്കും. നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. ദൈവം നാം വായിക്കുമ്പോൾ ഈ അധ്യായത്തിൽ തന്നെ we can see the divine hope for those who arise and shine. എഴുന്നേറ്റ് പ്രകാശിക്കുന്നവര് പ്രത്യാശയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 15-ാം വാക്യത്തിൽ I will make you the everlasting pride. He will make us the everlasting pride. God will make us the everlasting pride. Verse 16 says, He will make us the joy of all generations. From generation to generation, He will make us joy of all
declaration. I will give you everlasting joy. Yes, the sin gives us some pleasure, but it will end in few hours, in few minutes. And it will lead us into experience the depression, guilt, misery, and the sense of loss. But if we arise and shine, we will have the joy that is everlasting. We will have the joy of eternal joy that God has given in our life. Hallelujah. So, Bible says, arise and shine. Then you will know that I, the Lord, am the Savior, your Redeemer, the mighty one of Jacob. Verse 16 says that. Hallelujah. Kartavu sarvashaktanaya dayavana. യാക്കോബിന്റെ സർവശക്തനായ കർത്താവിന്റെ യാക്കോബിന്റെ ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, I will make you peace, your governor, and righteous, your ruler. Praise the Lord. സമാധാനവും നീതിയും നിനക്ക് ലഭിപ്പാൻ ഇടയായി തീരും. നീതി ലഭിക്കാത്ത ലോകത്തിൽ നീതി നൽകുന്നവനായ കർത്താവ്, സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനം നൽകുന്ന കർത്താവ്, ദൈവത്തിന് അതിനോട് സ്തോത്രം. ഈ ഭാഗം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, the peace that passes all understanding I will fill in your heart. നിന്റെ ഹൃദയങ്ങളെ സകലവിധ സമാധാനത്താലും സകല ബുദ്ധിയെ കവിഞ്ഞ സമാധാനത്താൽ നിറയ്ക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ദൈവം, അതിനോട് സ്തോത്രം. Again we read that the sun will be no more your light at the day, and the moon will be no more your shining at the night. രാത്രിയിൽ നിനക്ക് സൂര്യൻ പ്രകാശം ആയിരിക്കില്ല, ചന്ദ്രപ്രകാശമായിരിക്കില്ല, പകൽ സൂര്യൻ നിനക്ക് പ്രകാശമായിരിക്കില്ല. യഹോവ തന്നെ നിന്റെ പ്രകാശമായിരിക്കും. നിന്റെ പ്രകാശത്തിലേക്ക് നടത്തുവാൻ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. And your days will be sorrow will end. നിന്റെ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ സമയങ്ങൾ മാറുമെന്ന് 20-ാം വാക്യത്തിൽ വായിക്കുന്നു. 21-ാം വാക്യത്തിൽ then will all the people be righteous. എല്ലാ മനുഷ്യരും നീതി ചെയ്യുന്നവരായി തീരും, നീതിമാന്മാരായി തീരുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. Arise and shine, your light has come. It's talking about the light of the Lord, the morning star. Our Lord will shine in us. Our Lord will shine on us. Hallelujah. നമ്മുടെ കർത്താവ് പ്രകാശമായി, നിത്യപ്രകാശമായ നീതിസൂര്യനായ കർത്താവ് നമ്മൾ പ്രകാശിപ്പാനിടയായി തീരും. Jesus said, I am the light of the world. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. കർത്താവ് നമ്മൾ പ്രകാശിപ്പാനിടയായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖവേളകളിൽ, പ്രയാസവേളകളിൽ ദൈവം നമ്മൾ പ്രകാശിപ്പാൻ നമ്മുടെ ആയി തീരട്ടെ. God says, those in despair here, arise and shine. I will substitute good for bad. I will redeem the lost, and justice will be done. Evil will be beaten, and I will set all the things right. ദൈവം നമുക്ക് പ്രകാശമായി തീരുവാനിടയായി തീരും. If you come with discouragement today, Bible says, arise and shine. You are disappointed in your life because of the things happen in your life. Arise and shine. If you are sick and burden your heart, arise and shine. If you don't you are not receiving the justice in the world, Bible says, arise and shine. If you are lonely, arise and shine. Hallelujah. Praise the Lord. Hallelujah. If you come in the presence of God with your problems, Bible says, arise and shine. എഴുന്നേറ്റ് പ്രകാശിക്കാൻ. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം ദൈവത്തിന്റെ പ്രകാശമാണ്. ദൈവം നിന്നെ പ്രകാശിപ്പാനിടയായി തീരട്ടെ. ദൈവമായ കർത്താവ് നമ്മൾ പ്രകാശിക്കട്ടെ. നാം പ്രകാശിക്കുമ്പോൾ മറ്റുള്ളവർ ആ വെളിച്ചത്തിലേക്ക് വരുവാനിടയായി തീരും. നമുക്ക് ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കാം. ഈ ദിവസങ്ങളിലെ മീറ്റിംഗുകൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി ഞാൻ പ്രകാശിക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ പ്രകാശിക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിപ്പാനല്ല, ദൈവം എന്നെ വിശിഷ്യാൽ വിശിഷ്യ വെള്ളി കൊണ്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. ജാതിയുടെ മധ്യയെ, ജനത്തിന്റെ മധ്യയെ ഞാൻ പ്രകാശിക്കും. ഞാൻ നിങ്ങളും പ്രകാശിച്ചാൽ അനേക ജാതികൾ നമ്മൾ